അങ്ങേക്കും അങ്ങടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഓരോ ജില്ലയുടെ ചുമതലയായിരുന്നല്ലോ. അപ്പോൾ ജില്ലയുടെ ചുമതല എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ മുന്നോട്ട് വെച്ച പ്രവർത്തനം? കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഴയ രീതികൾ മാറ്റിക്കൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള പ്രചാരണ രീതിയാണ് നിങ്ങൾ കൈക്കൊണ്ടത്. അതെങ്ങനെയാണ് അടിത്തട്ടിൽ വലിയ ഇളക്കമുണ്ടാക്കിയത്? തീർച്ചയായിട്ടും 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു പുതിയ രീതിയാണ് അവലംബിച്ചത്. ആ പുതിയ രീതി വളരെ ഫലപ്രദമായിരുന്നു. കാരണം അന്ന് മുതലാണ് പഞ്ചായത്ത് ഗ്രാമ വാർഡുകളിൽ പ്രവർത്തകന്മാർ ചേർന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. പണ്ടെല്ലാം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലോ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലോ ഇരുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന പതിവ് ശൈലി മാറി നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ വാർഡുകളിൽ നിൽക്കേണ്ട സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു ശൈലി കൊണ്ടുവന്നു. അതുമാണ് 2010 ഒരു ഉജ്ജ്വലമായ വിജയം അന്ന് നേടിയത്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിജയം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. വളരെയേറെ പ്രയാസകരമായ ഒരു കാലത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. അത് അതിൻ്റെതായ പോരായ്മകൾ ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കണ്ടത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു വേദി ഒരുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വളരെ താഴെത്തട്ട് ഇപ്പം ഞാൻ തൃശ്ശൂർ, ഞാൻ എറണാകുളം, ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല ഏറ്റെടുത്തു. മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നിൽക്കുകയായിരുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവ് കൊച്ചി കോർപ്പറേഷൻ, ശ്രീ കെ സുധാകരൻ കണ്ണൂർ കോർപ്പറേഷൻ, VS ശിവകുമാർ കൊല്ലം കോർപ്പറേഷൻ, കെ മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ, ശ്രീ റോജി ജോൺ തൃശ്ശൂർ കോർപ്പറേഷൻ, പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ മുതിർന്ന നേതാക്കന്മാർ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളത് വളരെ എല്ലാവരും അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ചുമതല ഏറ്റെടുത്തവരെല്ലാം വളരെ കൃത്യമായി തന്നെ അവരുടെ ആ ചുമതല നിറവേറ്റുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇത്രയും ഐക്യമുണ്ടായ ഒരു കാലം ഉണ്ടാവില്ല, UDFിനകത്ത് ഐക്യമുണ്ടൊരു കാലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റിബലുകൾ വളരെ കുറവായിരുന്നു. സാധാരണഗതിയിൽ ജനാധിപത്യ പാർട്ടികളിൽ റിബലുകൾ കൂടാറുണ്ട്. ഇത്തവണ റിബലുകളില്ലാതെ വളരെ കുറച്ച് മാത്രമേ റിബലുകൾ ഉണ്ടായിരുന്നുള്ളൂ. അവരെ തന്നെ പലപ്പോഴും ഞങ്ങൾ സംസാരിച്ച് അങ്ങനെയുള്ള ആളുകളെ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റിനെതിരെയുള്ള കുറച്ച് ആളുകളെ മാത്രം. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ 3 റിബലേ ഉള്ളായിരുന്നു. 3 റിബല്. പണ്ടൊക്കെ ആരും 30, 40, 50 പേരെ പുറത്താക്കേണ്ടി വരിക, അല്ലെങ്കിൽ 100 പേരെ പുറത്താക്കി. ഇപ്പം 3 റിബലായിരുന്നു. അപ്പം കാരണം അത് വളരെ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഞങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ പരസ്പരമുള്ള നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി കൂടി ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അത് സംഘടനാപരമായ കാര്യം. രണ്ടാമത്, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് വളരെ അനുകൂലമാണ്. അത് മനസ്സിലാകാത്ത ഒരേ ഒരാളെ ഉള്ളായിരുന്നു, ശ്രീ പിണറായി വിജയനും MV ഗോവിന്ദനും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളിൽ പോലും UDF വിജയിച്ചതിൻ്റെ കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരാളം പ്രവർത്തകന്മാർ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗവൺമെൻറ് ഇനി തുടർന്നാൽ ഇവിടെ പാർട്ടി ഉണ്ടാവില്ല, കമ്മ്യൂണിസം ഉണ്ടാകില്ല എന്നുള്ള ചിന്ത അത് പ്രേരണയായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ശ്രീ രമേശ് ചെന്നിത്തല, യഥാർത്ഥ കാരണം നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം ഈ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ അങ്ങടക്കമുള്ള നേതാക്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതാണോ യഥാർത്ഥ പ്രധാനപ്പെട്ട കാരണം, അതോ ഭരണവിരുദ്ധ വികാരമാണോ? ഭരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്താണ് ആദ്യം പ്രതിഫലിച്ചതായി നിങ്ങൾ കരുതുന്നത്? അതിൻ്റെയൊക്കെ വരാം. ഒന്ന് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. 10 വർഷത്തെ ഈ ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെട്ടു വരുന്നു. അത് വളരെ കറക്റ്റായിരുന്നു. 2010 ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അടുത്തെത്താൻ കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. മാത്രമല്ല, ശബരിമല ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അവിടുത്തെ സ്വർണം അടിച്ചുകൊണ്ട് പോവുക, ഉത്തരവാദികളായ 2 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും തയ്യാറാകാതിരിക്കുക, അവരെ പരോക്ഷമായി സംരക്ഷിക്കുക, ഈ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചതിൽ അതൃപ്തിയുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, കഠിനമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള സാധാരണ ജനങ്ങൾ ഗവൺമെൻറ്റിന് പ്രതീക്ഷിക്കുന്ന ഒരു നടപടി സ്വീകരിക്കാത്തതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതൊരു സത്യമാണ്. മാത്രമല്ല, വർഗീയത ഏറ്റവും കൂടുതൽ ആളിക്കത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കാനാണ് ശ്രമിച്ചത്. മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പിലും വർഗീയ പ്രീണനം നടത്തുന്നത് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു. അതും ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.